അങ്ങനെ ഞാൻ റിവ്യൂ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. എവിടെയാണോ 3Dയിൽ ഈ പടം ഉള്ളത് അവിടെ പോയിട്ട് ഈ സിനിമ കാണുക. ഇത് ആരുടെ റിവ്യൂ കാണാൻ നിൽക്കരുത്. ഒരുത്തനും പറയുന്നത് കേൾക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറയണ ഒന്നും കേൾക്കണ്ട. അപ്പോൾ ARM, അതായത് അജയൻ്റെ രണ്ടാം മോഷണം എവിടെയാണോ, അതായത് ഏത് മുക്കിലാണോ 3D ഉള്ളത് അവിടെ പോയി കാണുക. 2D കാണരുത്, 3D കാണുക. ഇനി ഇതിൻ്റെ റിവ്യൂക്ക് വരാം. അതായത് അജയൻ്റെ രണ്ടാം മോഷണം നമ്മൾ കാത്തിരുന്ന ടോവിനോൻ്റെ പടമാണ്. അതായത് കുറേ വർഷങ്ങളായിട്ട് ഈ സാധനത്തിൻ്റെ വർക്ക് എടുക്കുകയാണ്. അപ്പോൾ ഈ സിനിമയ്ക്ക് നോർമലി ഭയങ്കര എക്സ്പെക്റ്റേഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു എക്സ്പെക്റ്റേഷൻ കാണിക്കാത്തത് മലയാളത്തിൽ എന്തൊക്കെ ബിഗ് ബഡ്ജറ്റ് വന്നിട്ടുണ്ടോ അതൊക്കെ 8 നില പൊട്ടിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ പടത്തിന് ആരും അങ്ങനെ ഒരു ഹൈപ്പ് വെക്കാത്തത്. പക്ഷേ പേഴ്സണലി ഞാൻ ഭയങ്കരമായിട്ട് ഹൈപ്പ് വെച്ചിരുന്നു. ഞാൻ എല്ലാവരോടും പറഞ്ഞടന്നിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു പേടി ഉണ്ടായിരുന്നു തിയേറ്ററിൽ കയറുമ്പോൾ, ഒത്തിരി ഹൈപ്പ് വെച്ച് കയറി കഴിഞ്ഞാൽ ഈ സിനിമ കയ്യിൽ നിന്ന് പാടുമോ എന്നുള്ളത്. പക്ഷെ തുറന്നു പറയാലോ, ഇത് കിടിലോസ്കി സാധനം. അതായത് ഒന്നാമത് ടൊവിനോൻ്റെ 3 ലുക്ക്. ടൊവിനോ ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത് വേറെ ലെവലിലാണ്. ഇതിൽ ഫസ്റ്റ് പറയാനുള്ളത് ജോമോണ്ടി ജോൺ എന്ന് പറഞ്ഞ ക്യാമറമാനാണ്. അത് ഒന്നാമത് 3D കൺവേർട്ടറാണ്. പക്ഷേ ആളത് ആ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഇത് 3Dക്ക് വേണ്ടി ചെയ്ത കുറേ ഡെപ്തിങ് പരിപാടി ഞാൻ ഇൻ്റർവ്യൂവിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കിഡിലാണ്. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി നമ്മൾ കുറച്ചൊക്കെ ലൈറ്റ് ചെയ്യണവർക്ക് അറിയാം ഇപ്പോൾ 3Dക്കൊക്കെ ഉള്ളതൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷേ മൂപ്പരിത് 2Dയിൽ ചെയ്യുമ്പോൾ തന്നെ അത് അങ്ങനെ സെറ്റ് ചെയ്തിട്ട് ആ കൺവേർഷൻ വന്നപ്പോൾ അത് ശരിക്കും നമുക്ക് ഒന്നാമത് ഒരു മലയാള സിനിമ, ഞാൻ ആദ്യമായിട്ടാണ് തിയേറ്ററിൽ ഒരു മലയാള സിനിമ 3D കാണുന്നത്. ഇപ്പോൾ മൈ ഡിയർ കുട്ടിച്ചാത്തനൊന്നും ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഇങ്ങനൊരു സിനിമ കാണുക. അപ്പോൾ നമ്മളുടെ നാട്, നമ്മളുടെ ആക്ടേഴ്സ്, നമ്മളുടെ ഇല, നമ്മളുടെ തേങ്ങ, തെങ്ങ്, ഇതൊക്കെ നമ്മളിങ്ങനെ കാണുക എന്ന് പറയുമ്പോൾ, ഒരു 3Dയിൽ കാണുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മറ്റേ ഡിസ്നി മാർവലൊക്കെ കാണുന്ന പോലെ നമ്മളുടെ സ്വന്തം സാധനം കാണുമ്പോൾ കിട്ടുന്ന ഒരു ഗൂസ് ബംസ് ഉണ്ടല്ലോ, അത് ഈ സിനിമയ്ക്ക് തന്നൊരു പവർ വേറെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 3Dയിൽ മസ്റ്റായിട്ട് കാണണം എന്ന് വെച്ച്. ഇപ്പോൾ പലരും പറയുന്ന പോലെ 3D എന്ന് പറഞ്ഞാൽ മുന്നിക്ക് എന്തെങ്കിലും സാധനം ഇട്ട് കഴിഞ്ഞാൽ നേരെ മുന്നിക്ക് വരുന്നു. ഇതല്ല പരിപാടി. ഒരു കഥയിലേക്ക് നമുക്ക് കയറി ചെല്ലാൻ, അതായത് ആ സ്പോട്ടിൽ നമ്മളുണ്ടെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഗംഭീരമായിട്ടുള്ള 3D വർക്കാണ് ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. ഈ ഗംഭീരം എന്ന് പറയാൻ കാരണം, നമ്മൾ 400, 500, 1000 കോടിയുടെ സിനിമ കാണുന്നവരാണ്. ആ കാണുന്നവരുടെ മുന്നിക്ക് വെറും 30 കോടിക്ക് നമ്മുടെ മലയാളത്തിൽ നിന്ന് ഒരു ബ്രഹ്മാണ്ഡ സിനിമ ചെയ്തിട്ട് നമ്മളത് കണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമാണ്. ഇനി ഇതിൻ്റെ വേറെ പറയേണ്ട ഒരാളെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡയറക്ടർ തന്നെയാണ്, ജിതിൻ ലാൽ. ഇമാതിരി വിഷൻ ഈ ഒരു ബഡ്ജറ്റിൽ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചില്ലറ കളിയല്ല. അത് ബ്രോ കലക്കി, അത് ഒന്നും പറയല്ല. കാരണം നമ്മളൊരു സിനിമാ പ്രാന്ത് എന്നുള്ള രീതിയിൽ തിയേറ്ററിൽ ചെയ്തിട്ട് ഞാൻ കോരിത്തരിച്ച് പണ്ടരടങ്ങിപ്പോയി. പിന്നെ നമ്മുടെ ടൊവിനോ, ഞാൻ ഓൾറെഡി പറഞ്ഞു, ടൊവിനോനെ എത്ര പറഞ്ഞാലും മതിയാവില്ല. ടൊവിനോൻ്റെ കുറേ ബാക്കിലേക്ക് പോകുന്ന 2 ക്യാരക്ടേഴ്സൊക്കെ എന്ത് രസമായിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ എനിക്ക് എടുത്ത് പറയാനുള്ളത് സുരഭി ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിസ്റ്റാണ്. ഇത്ര ഗ്ലാമർ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം അത് ആ ഒരു ഫ്ലാഷ് കട്ടിൽ കാണിക്കുന്ന ചെറുപ്പകാലം കാണിക്കുമ്പോൾ ഒരു ചെറിയ രീതിയിലുള്ളൊരു ഇൻറ്റിമസി സീനുണ്ട്. ഇൻറ്റിമസി എന്ന് പറയാമല്ല, എന്നാലും നല്ലൊരു സീനുണ്ട്, ഒരു റൊമാൻറ്റിക് സീനുണ്ട് ടോവിനോനായിട്ടുള്ള. പക്ഷേ ഇത്രയ്ക്ക് ഭംഗി മൂപ്പത്തിയാർക്ക് ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഒന്നാമത് ആ ക്യാരക്ടറിൻ്റെ ഒരു ഡെപ്തും കൂടിയാണ്. പക്ഷേ അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് എടുത്തെടുത്ത് പറയണം. പിന്നെ നമ്മുടെ സ്വന്തം മിന്നമുരളി, ബേസിലണ്ണൻ പിന്നെ ഇപ്പോൾ മിക്ക സിനിമകളിലും ജഗതി വന്നിറങ്ങുന്ന ഒരു ഉണ്ടാവുമല്ലോ, കഥ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജഗതിയുടെ ഒരു എൻട്രി ഉണ്ടാവും. ഇപ്പോൾ ബേസിക്കലി അതുപോലെയാണ് ബേസിൽ വരുന്നത്. അപ്പോൾ ബേസിൽ അങ്ങനെ പോയി. അപ്പോൾ ആ ഒരു സെറ്റപ്പിലാണ് മൂപ്പര പോക്ക്. പിന്നെ അജു വർഗീസ് ഉണ്ട്. അജു വർഗീസൊക്കെ ആസ് യൂഷ്വൽ നമ്മളെ ആൾക്കാരാണ്. പിന്നെ ഈ കഥ പോകണൊരു വഴിയുണ്ട്. ഈ കഥയ്ക്ക് ഇത് ഭയങ്കര വലിയൊരു കഥയാണ്. പക്ഷേ ഇത് നമുക്ക് എവിടെയും കൺഫ്യൂഷൻസ് ഒന്നുമില്ല. നമുക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള ഫ്ലാഷ് കട്ടുകൾ, അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ഇനി നമുക്ക് നമ്മൾ മറന്നു പോയി, ഇപ്പോൾ സെക്കൻഡ് ഹാഫിൽ ചില സാധനമൊക്കെ വരുമ്പോൾ അവർ കംപ്ലീറ്റ്ലി ഫ്ലാഷ് കട്ട് കാണിച്ചിട്ട് നമുക്ക് വീണ്ടും ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. എന്ന് വെച്ച് ഇതിന് ലാഗും ഇല്ല. അപ്പോൾ ഇതിൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. ഈ സിനിമ എനിക്ക് തോന്നിയത് കാച്ചി കുറുക്കി വെച്ച ഒരു കിടുക്ക് സ്ക്രിപ്റ്റിൽ അതിഗംഭീരമായിട്ട് മേക്ക് ചെയ്തിട്ടുള്ള സിനിമയാണ്. അതിൻ്റെ റൈറ്ററുടെ പേരും കൂടെ പറഞ്ഞ സംതൃപ്തിയായി. സുജിത് നമ്പ്യാർ ആണ് ഇതിൻ്റെ റൈറ്റർ. പിന്നെ ഈ ഒരാളെ പറയാൻ മറന്നുപോയി, ഇത് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ദിബു നൈനാൻ തോമസ്. അത് എൻ്റെ അമ്മോ, ഞാൻ ഈ ഹോളിവുഡ് ലെവല് അല്ലെങ്കിൽ ഹോളിവുഡ് ലെവൽ ഫ്രെയിമൊന്നും ഞാൻ പറയില്ല. മലയാള സിനിമയുടെ ഫ്രെയിം, മലയാള സിനിമയുടെ മ്യൂസിക്, അതാണ് പരിപാടി. അല്ല നമ്മൾ ഈ മറ്റേ ഹോളിവുഡിലെ പോലെ നമ്മൾ ചെയ്തു എന്നുള്ള വർത്തമാനം തന്നെ നമുക്കില്ല. 30 കോടിക്ക് നമ്മൾ ഈ സാധനം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു 500 കോടി കിട്ടിക്കഴിഞ്ഞാൽ ഹോളിവുഡൊക്കെ വലിച്ചെറിയും. മാർവലൊന്നും ഒന്നുമല്ല, നമുക്ക് ചെയ്യാൻ പറ്റും.
ഒന്നും നോക്കണ്ട, തിയേറ്ററിൽ പോവുക, ഈ പടം കാണുക. ഓണത്തിന് വേറെ പടത്തിനെ കുറിച്ച് ചിന്തിക്കണ്ട. ഇനി പിള്ളേരായിട്ട് പോവുകയാണെങ്കിൽ കണ്ണും പൂട്ടി കയറിക്കോ. ഇപ്പോഴും ഞാൻ പറയണ വേറൊരു കാര്യം, ഒരു ആക്ഷൻ പടം അല്ലെങ്കിൽ മറ്റേ സാധനം തെറിക്കണം അങ്ങനത്തെ പടമായിട്ടൊന്നും പോകരുത്. നല്ല കിടുകിണ്ണാച്ചി കഥയുള്ള നല്ല കഥയുള്ളൊരു സിനിമ കാണണമെങ്കിൽ വിട്ടോ. അപ്പോൾ ശരി, ബൈ. പിന്നെ ഇതിൽ എടുത്തു പറയാനുള്ള ഒരാളെ ഞാൻ മറന്നുപോയി, നമ്മളെ ലിസ്റ്റിൻ സ്റ്റീഫൻ അണ്ണ ഫൈനലി അണ്ണൻ്റെ ഒരു നല്ല പടം. അതായത് ഒരു ഇങ്ങനെ മാജിക് ഫ്രെയിംസൊക്കെ എഴുതി കാണിക്കുമ്പോൾ നമുക്കിങ്ങനെ കുളിരി കോരിയ സാധനമാണ്. അപ്പോൾ അണ്ണനെ പറയാൻ മറന്നു ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ അത് ഈ ഗംഭീര പരിപാടിയായിരുന്നു മൊത്തത്തിൽ. ഇപ്പം എന്താ അവസ്ഥ വെച്ചപ്പോൾ കിഷ്കിന്താകാണ്ട് കൂടെ കണ്ടപ്പോൾ ഇത് നമ്മൾ നാട് കണ്ടു ഏറമ്മിൽ, കിഷ്കിന്താകാണ്ഡത്തിൽ നമ്മൾ കാട് കണ്ടു. ഇനി നാളെ നമ്മൾ കടൽ കാണാൻ പോവാണ്. നാളെ നമ്മുടെ പെപ്പയുടെ പടം ഇറങ്ങുകയാണ്, കൊണ്ടൽ. അപ്പോൾ അത് നാളെ രാവിലെ കാണാം. അപ്പോൾ അതും കൂടെ കണ്ടിട്ട് ബാക്കി പരിപാടി. ഓണം മിക്കവാറും